ഇത്രയും പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് യൂണിറ്റിൻ്റെ ഒരു മിനിയേച്ചറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനും എൻ്റെ പ്രിയപുത്രൻ അനന്തുവുമായിട്ടാണ് ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഇലക്ട്രോണിക് പാർട്സും അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് വർക്കോടെ ചേർന്ന് ഒരു യഥാർത്ഥ ബാലറ്റ് യൂണിറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീടുകളിൽ അറിയാത്തവരെ, ഈ ബാലറ്റ് യൂണിറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് അറിയാത്തവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ ബാലറ്റ് യൂണിറ്റിൻ്റെ ഒരു മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കാണോ ഇതിനകത്തിപ്പം നമ്മൾ ക്രിക്കറ്റിൻ്റെ 3 പേരെയാണ് കൊടുത്തിരിക്കുന്നത്. MS ധോണി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ. അവിടെ എല്ലാം ഓരോ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർക്കാണോ, ഇവരാരുമല്ല എന്നുള്ള നോട്ടയും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കാണോ നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നേരെയുള്ള ആ നീല ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോഴും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുകയും ചെയ്യും. ആ കാൻഡിഡേറ്റിന് നേരെയുള്ള റെഡ് ലൈറ്റ് കത്തുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ MS ധോണിക്ക് വോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ MS ധോണിക്ക് നേരെയുള്ള ആ ബട്ടണകത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ബീപ്പ് സൗണ്ടും കേട്ടു, ലൈറ്റും കത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വോട്ട്, ഞാൻ ചെയ്ത വോട്ട് MS ധോണിയുടെ അക്കൗണ്ടിലോട്ടാണ് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഇപ്പം ഞാനിത് ഒരു കാൻഡിഡേറ്റിൻ്റെ ബട്ടൺ മാത്രമേ അതിനകത്ത് ആക്റ്റീവ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ്റെ ഓരോ LICയിലെയും കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് ആർക്കെങ്കിലും ഈ ഒരു മിനിയേച്ചർ താല്പര്യമുണ്ടെങ്കിൽ ഇത് വീടുകളിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഓരോ വർഷം കഴിയുന്ന സമയത്തും ആൾക്കാർ എപ്പോഴും നിരന്തരമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും മറവിയ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിനിയേച്ചർ എന്നുള്ള ഈ ഒരു ബാലറ്റ് യൂണിറ്റിൻ്റെ ഉദ്ദേശം. ഒന്നുകൂടെ ഞാൻ വീണ്ടും MS ധോണിക്ക് വേണ്ടി ഞാൻ വീണ്ടും ആ നീല ബട്ടണിനകത്ത് പ്രസ് ചെയ്യാണ്. അപ്പോൾ ലൈറ്റിംഗ് എത്തി, ബീപ്പ് സൗണ്ട് കേട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വോട്ട് നമ്മൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് 85+ ഏജ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ്, ഈ ബാലറ്റ് യൂണിറ്റ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പം 3 കാൻഡിഡേറ്റാണ്: MS ധോണി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ. അപ്പോൾ അമ്മ വോട്ട് ചെയ്യുന്ന ആർക്കാ ചെയ്തു? അപ്പോൾ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ MS ധോണി എന്നുള്ള മഹാനാണ് വോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ബാലറ്റ് യൂണിറ്റിൻ്റെ ഒരു മിനിയേച്ചർ. ഓക്കെ. അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബൂത്തുകൾക്കോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾക്കോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി തരാം. ഓക്കെ. ഇത് ഇലക്ട്രോണിക് പാർട്സും ഉണ്ട്, ക്രാഫ്റ്റ് വർക്കും ഉണ്ട്. കുറേ ടൈം എടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിച്ച് ഈ LICയിലെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.